നമസ്കാരം. ബീഹാറിന് പ്രത്യേക പദവി വേണം എന്ന ആവശ്യവുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് JDU. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം, സർക്കാർ രൂപീകരണം, എംപിമാരുടെ സത്യപ്രതിജ്ഞ എന്നിവയ്ക്ക് ശേഷം ദില്ലിയിൽ ചേർന്ന പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവിലാണ് ഈ ഒരു ആവശ്യം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. നിതീഷ് കുമാർ അധ്യക്ഷനായ ഈ യോഗത്തിൽ പാർട്ടിയുടെ കേന്ദ്രമന്ത്രിമാരും JDU നേതാക്കളും ഉൾപ്പെടെ എല്ലാ എംപിമാരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിസഭയിൽ ഒരു പ്രമേയം പാസാക്കിയിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെ ബീഹാറിലെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പിന്നാക്ക അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് പ്രത്യേക പദവി വേണം എന്നുള്ള ഒരു ആവശ്യം കുറെ അധികം കാലങ്ങളായി മുന്നോട്ട് വെക്കുന്നതാണ്. ദേശീയ എക്സിക്യൂട്ടീവിൽ ഈ പ്രത്യേക പദവി സംബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമല്ല നടന്നത്, മറിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഗൗരവമേറിയ ചർച്ചകൾ കൂടി നടന്നിട്ടുണ്ട്. യോഗത്തിൽ ചർച്ചയാക്കപ്പെട്ടത് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. ബീഹാറിലെ 243 അംഗ നിയമസഭയിലേക്ക് 2025 ഒക്ടോബറിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. കാലങ്ങളായുള്ള ബീഹാർ സംസ്ഥാനത്തിന്റെ ഈ ഒരു ആവശ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാം എന്ന് തന്നെയാണ് JDU വിചാരിക്കുന്നത്. പ്രത്യേക പദവി ലഭിച്ചാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് JDUവിന് നൽകുന്ന ഊർജം ചെറുതായിരിക്കില്ല. ഈ പദവി കൈവരിച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ സംസ്ഥാനത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൂടാതെ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ, അങ്ങേയറ്റം പിന്നോക്ക വിഭാഗങ്ങൾ, പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിവർക്കുള്ള സംവരണം 9ാം പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് JDU കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നേരത്തെ ബീഹാർ സർക്കാർ തീരുമാനിച്ചിരുന്നതാണ് എങ്കിൽ പോലും പാട്ന ഹൈക്കോടതി അത് റദ്ദ് ചെയ്യുകയായിരുന്നു. എന്തായാലും നിതീഷ് കുമാർ ഇപ്പോൾ വീണ്ടും കളന്നിറയുകയാണ്. ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ NDAയുടെ നിഴലായി മാത്രം നിതീഷ് കുമാർ മാറിയേക്കാം എന്നൊക്കെ വിചാരിച്ച ഇടത്തു നിന്നാണ് അദ്ദേഹം തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുന്നത്. എപ്പോഴും ബീഹാറിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്റെ സംസ്ഥാനത്ത് എപ്പോഴും കരുത്തനായി തന്നെ നിൽക്കണം എന്നുള്ള ഒരു വാശി നിതീഷ് കുമാറിനുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം ആവശ്യമുള്ള ഇടങ്ങളിൽ മാത്രം തങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ അനാവശ്യമായി കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താതെയും ഒക്കെ ഇതുവരെയും മുന്നോട്ട് പോയത്. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല. കാരണം 2025 വരാൻ പോകുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് JDUവിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സംസ്ഥാനത്തിന് പ്രത്യേക പദവി നേടിയെടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ JDUവിന് മുന്നിലുള്ളത്. അങ്ങനെ ഒരു ലക്ഷ്യം അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ വീണ്ടും ബീഹാർ JDUവിന്റെ കയ്യിൽ തന്നെ ഭദ്രമായിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.